ആദ്യം പറയാം, ഈ നമ്മളടുത്ത് എപ്പോഴും സ്റ്റോക്ക് കൂടുതൽ ഉണ്ടാവലുണ്ട്. 5 ഉണ്ടാവാറുണ്ട്, നെക്സോൺ ഡിയാഗോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല, ഇവ ആരും കൊടുക്കുന്നില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ അവസ്ഥ അല്ലേ? ഇത് 2021 വണ്ടിയാണ്, ടിഗോർ എക്സ്പ്രസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി SUV നോക്കുന്നുണ്ടെങ്കിൽ, ഫുൾ സൈസ് SUV 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു മുതലാണ്, അതും ലോ കിലോമീറ്ററിൽ. ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ, ചെറിയ വണ്ടി കൊണ്ടുപോയിട്ട് പണിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എടുക്കാം. ഡീലേഴ്സ് വേണം, ഡീലേഴ്സ് നോക്കിക്കോട്ടെ. അതെ, ഡീലേഴ്സിന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്ര കൊടുക്കാം? ഒരു 78 രൂപ കൊടുക്കാം. 78,000 ഒരു നല്ല സാൻഡ്രോ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മഴക്കാലമൊക്കെയാണ്, നമുക്കൊന്ന് ഫാമിലി ആയിട്ട് കുറച്ചും കൂടി സുരക്ഷിതമായിട്ട്, ബൈക്കൊക്കെ ആണെങ്കിൽ സ്കിഡാകുന്ന ചാൻസും പിന്നെ മഴയത്തും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് നമുക്ക് ഫാമിലിയോട് കൂടി പോകാൻ പറ്റും. എൻക്വയറി കൂടുതൽ വരുന്നുണ്ട്. പെട്രോൾ മാനുവൽ കറക്റ്റാ. ഒരു 10-14 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് 1.5 പെട്രോൾ എഞ്ചിനാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കണ്ട ഒരു കാർ നിങ്ങൾ എടുക്കാതിരിക്കില്ല. അത്ര അടിപൊളി പ്രൈസിന് കാർ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. റൊട്ടാന മോട്ടോഴ്സിലാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. ഡീലർ പ്രൈസിൽ കാറുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ തന്നെ 1 lakhന്റെ താഴെയുള്ള ഇഷ്ടം പോലെ കാറുകൾ വരാനുണ്ട്. പിന്നെ മൺസൂണൊക്കെ വരികയാണ്. അപ്പോൾ ചെറിയ കാറുകളൊക്കെ നോക്കുന്നവർക്ക് ഒരുപാട് കാറുകൾ ഇവിടെ ഉണ്ട്. പിന്നെ മോഡൽ കൂടിയ നല്ല ചെറുവണ്ടികളും വലുതും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റ് ആളുകൾക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വെച്ചറിയാൻ ഷാഹിദിനെ സ്വാഗതം ചെയ്യാം. ഷാഹിദെ, സ്വാഗതം. സ്വാഗതം. സുഖല്ലേ? സുഖം. എങ്ങനെയുണ്ട് കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോൺസ്? കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സഫാരി പോയിട്ടുണ്ട്. സഫാരി 20-ാം തീയതിയാണ് ഡെലിവറി ഉള്ളത്. സഫാരി എന്ന് വെച്ചാല് ഡെമോ വണ്ടിയായിരുന്നു അല്ലേ? ഡെമോ വണ്ടിയായിരുന്നു. തിരുവനന്തപുരത്തുള്ള കസ്റ്റമർ എടുക്കുന്നത്. അടിപൊളി. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം പോയി. എല്ലാം പുതിയ സ്റ്റോക്കാണ് ഇപ്പോൾ ഉള്ളത്. പ്രൈസ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ ആണ്. പിന്നെ നമ്മുടെ പ്രേക്ഷകർ ഏതൊക്കെ വന്ന് വരുന്നുണ്ട് വണ്ടികൾ? നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും തിരുവനന്തപുരം വരുന്നുണ്ട്, കാസർഗോഡ്, കണ്ണൂര്, വയനാട് എല്ലാം വന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. നമ്മുടെ വീഡിയോ കണ്ട് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് വണ്ടി എടുത്ത ഒരു കസ്റ്റമർ എന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വരാൻ നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. അത് ശരി. കാരണം ഇതിനെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ വണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിലായിരിക്കുമല്ലോ വണ്ടി. ഇതിപ്പോൾ യാർഡിലാണുള്ളത്. ഇവരുടെ ന്യൂ കാർ ഷോറൂം ഉണ്ട്, ടാറ്റ റൊട്ടാന മോട്ടോഴ്സിന്റെ ന്യൂ കാർ ഷോറൂം ഉണ്ട് തൊട്ടടുത്ത് തന്നെ. കോഴിക്കോട് മീൻചന്തയാണ് ലൊക്കേഷൻ. തൊട്ടടുത്ത് തന്നെ ഷോറൂം ഉണ്ട്. അതിന്റെ യാർഡാണ് ഇത്. അപ്പോൾ യാർഡിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവരിവിടെ ഉണ്ടാവില്ല, ഇവർ ഷോറൂമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരിക അല്ലേ, ഇല്ലെങ്കിൽ ആ ഷോറൂമിലേക്ക് നേരിട്ട് പോവുക. യൂസ് കാർ വിങ്ങിലേക്കാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. യാർഡിൽ വന്നിട്ട് വിളിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അവർക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവരും ദൂരത്തു നിന്നൊക്കെ വരുന്നവരെ അവിടെ വന്നിട്ട് മടങ്ങി പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് വിളിക്കുക. എന്തായാലും കോൺടാക്ട് നമ്പർ ഷാഹിദിന്റെയും വേറെ ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് ഫോണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മീൻചന്ത ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ റൊട്ടാന മോട്ടോഴ്സ്. നിങ്ങൾ ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. 1 lakhന്റെ താഴെ ഒരുപാട് വണ്ടിയില്ല. 70,000 റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. മഴക്കാലൊക്കെ ആയതുകൊണ്ട് ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. ആൾക്കാർ വന്ന് നോക്കിക്കോളൂ, എടുത്തോളൂ. അപ്പോൾ എടുക്കുക. ഒരു ബൈക്കിലൊക്കെ പോകുന്നതിന് വരെ കുറച്ചും കൂടി സേഫ് ആയിട്ട് കാറിന്റെ മഴയും ഒന്നും കൊള്ളാതെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യ വാഹനം ടാറ്റയുടെ തന്നെ ആയിക്കോട്ടെ. ഇവരുടെ ന്യൂ കാർ ഡ്രൈവിംഗ് ടാറ്റയുടെ നെക്സോൺ ആണ്. ഫസ്റ്റ് ഷേപ്പ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് നെക്സോൺ 2018 മോഡലാണ്. XM വേരിയന്റ്, മിഡിൽ ഓപ്ഷൻ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിഡിൽ ഓപ്ഷൻ വണ്ടി. പിന്നെ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. പുറകിലില്ലേ? അത്യാവശ്യം ഉണ്ട്. ഓക്കെ, ഇത് വണ്ടി ഡീസലാ വരുന്നത് കേട്ടോ. ഡീസൽ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 48. 18 അല്ലേ പറഞ്ഞത്? 18 മോഡൽ. 18 48,000 പറയുന്നത് വളരെ ലോ കിലോമീറ്റർ, അതും ഡീസലിൽ കേട്ടോ. 18-20 റേഞ്ച് മൈലേജും കിട്ടും. ഓണർഷിപ്പ് എത്ര കിടക്കുന്നത്? സെക്കൻഡ് ഓണർ നിലവിൽ. സെക്കൻഡ് ഓണർ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ചെറിയ ഫെൻഡറിന്റെ സൈഡിൽ ഒരു ചെറിയ ക്ലെയിം ഉണ്ട്. അത് ടാറ്റ തന്നെ അവർ ചെയ്തതാണ്. ടാറ്റ തന്നെ ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, ഫെൻഡറിന്റെ ലെഫ്റ്റ് ഫെൻഡറിന്റെ അവിടെ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്രോണിലേക്ക് കിട്ടിയോ? ഇല്ല, അപ്രോണിന് വർക്കില്ല. മേജർ വർക്കില്ല. സൈഡ് ബമ്പർ, ഹെഡ്ലൈറ്റ് അങ്ങനെയൊക്കെ. മേജർ എന്ന് പറയുന്നത് അപ്രോണ്, ചേസ് ഇതൊക്കെ കട്ടാവുന്നതാണ് നമ്മൾ മേജർ എന്ന് പറയുന്നത്. ചെറിയ വർക്ക് ഫെൻഡറിന്റെ സൈഡിൽ എടുത്തിട്ടുണ്ട്. വണ്ടീനെ ടെക്നിക്കലി ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത്ര പൈസ ഉള്ളൂ. പൈസ വളരെ കുറവാണ്. ഇതിന് ഒരു അറൗണ്ട് ഒരു 20 അബവ് മൈലേജ് കിട്ടും. 25 വരെ അത്യാവശ്യം മൈലേജ് കിട്ടും. ഡീസലാണ്. ഓക്കെ, ഇത് നമുക്ക് 3,95,000 രൂപ കൊടുക്കാം. അതിൽ ഒരു 3,50,000 രൂപേൻ്റെ അടുത്തോളം ലോണും ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ 4 lakhs തന്നെ ലോൺ കയറും കേട്ടോ. ഫുൾ ലോണും കയറും.
395 2018 XM 48,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കോമ്പാക്ട് SUV നെക്സോൺ ഡീസൽ 395 ചില്ലറ കളിയല്ല, ഫുൾ ഓൺ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമായിട്ട് നോക്കിക്കോ. ഓൾമോസ്റ്റ് എല്ലാ ബേസിക് ഫീച്ചേഴ്സും വരുന്നത് നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും പറയാനില്ല അല്ലേ, വേറെ വർക്കൊന്നും ഇല്ല. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് വരാം. ആൾട്ടോ 800 KL71 നിലമ്പൂർ രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. ഷാഹിദ് വേഗം പറഞ്ഞു, മഴ പെയ്യും. ഓൾട്ടോ മഴ വരുന്നുണ്ട്. ഓൾട്ടോ 2016 മോഡലാണ്, സെക്കൻഡ് ഓണർ, 71,000 കിലോമീറ്റർ LXI. എന്തായാലും 2 ഡോർ പവർ വിൻഡോ തന്നെ, സ്റ്റീരിയോ ഒന്നും ഉണ്ടാവില്ല. LXI അഡീഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. VXI വരുമ്പോൾ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ഒക്കെ വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഓട്ടോ എത്ര പോയത്? ഇത് 71,000. സോറി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നല്ലൊരു ക്ലെയിം ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ല, നല്ലൊരു നീറ്റ് പോളോ. 800cc വണ്ടിയാണ്, 18-20 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി അല്ല. ഇപ്പൊ ഈ ഓൾട്ടോ 800 നമ്മളെ ചെക്കന്മാർ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്, അലോയൊക്കെ ഇട്ടിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്, മോഡലാക്കിയിട്ടും ലെവലിൽ കൊണ്ടെടുക്കുന്നുണ്ട്. കുറെ വണ്ടികൾ കാണുന്നുണ്ട്. എത്രയാ ചോദ്യം ഇപ്പോ? ഇത് 1,95,000 രൂപ. 1,95,000 16 LXI വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 1.5 വരെയൊക്കെ ലോൺ. 1.5 ഇത് ഫുൾ ലോൺ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആൾട്ടോ 800 ആണ് കേട്ടോ, ചെറിയ വിലക്ക്. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ ടാറ്റയുടെ ടിയാഗോ KL72 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? ടിയാഗോ 2021 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്. ഓക്കെ, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. XT ആണ് വേരിയന്റ്, മിഡിൽ ഓപ്ഷൻ. XT മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. പിന്നെ 2 ചെവി എന്ന 2 കളർ മിററിൽ 2 കളറാണല്ലോ, പെയിന്റ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പുറം കവർ ബ്ലാക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കാം. 21 മോഡൽ XT ആണ്. അതായത് പവർ വിൻഡോസ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല. ഓക്കെ, ഓട്ടോ എത്ര പോയി? 65,000. സോറി, 65. ടിയാഗോ ഒരു 14-17 റേഞ്ച് മൈലേജ്, 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. പിന്നെ എത്രയാ ചോദ്യം? എത്രയാ ഇത്? നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. XT 21 അല്ലേ? 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 390 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓണർഷിപ്പ് പിന്നെ ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, 3.5 വരെ ലോൺ ചാൻസ് ഉണ്ട്. 3.5 മേലെ കയറും, ലോൺ കയറും. ട്രാക്ക് ആണെങ്കിൽ ടിയാഗോ അത്യാവശ്യം ലോൺ കയറുന്ന വണ്ടിയാണ്. ഓക്കെ, EV ഒക്കെ വരാണ്ട്, സ്കിപ്പ് ചെയ്യാണ്ട് പോരുത്. EV മാത്രമല്ല, ക്രെറ്റ വരാണ്ട്, അവിടെ തന്നെ ഇരി. അടുത്ത വണ്ടിയിലേക്ക് നമ്മളൊരു ടാറ്റയും ഒരു മാരുതി ഇങ്ങനെ മാറി മാറി കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത ബലേനോ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? ബലേനോ 2024 മോഡലാണ്. 24 ഷേപ്പ് മാറി വന്ന മോഡൽ. അതെ, 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടിയിൽ. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഇത് ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്, മിഡിൽ ഓപ്ഷൻ. ഡെൽറ്റ സെക്കൻഡ് ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിലെല്ലാം ഉണ്ടാവും അല്ലേ? വേറെ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ഫോൾഡിംഗ് ഉണ്ടാവും. അലോയ്സും വരില്ല ഡെൽറ്റ? അലോയ്സ് ഇല്ല അല്ലേ? ഓക്കെ, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഇല്ല, അതേ ഉള്ളൂ കാര്യമായിട്ടുള്ള മാറ്റം. പിന്നെ ഈ വാഹനം ഇത് CNG ഇൻബിൽഡ് വരുന്ന വണ്ടിയാണ്. ഓ, അപ്പൊ മൈലേജ് എത്ര ഉണ്ട്? ഓൾറെഡി പെട്രോളിൽ തന്നെ ഇത് ഒരു 19. പെട്രോളിലൊരു 14 14 അതിന്റെ മേലെ കിട്ടും. 18 അറേഞ്ച് 14-17 വരെ ഷുവർ ആയിട്ട് കിട്ടും. ഇനി CNG ഇൻബിൽഡ് വരുന്നതുകൊണ്ട് എന്തായാലും 20 അബവ് മൈലേജ് കിട്ടും. ഓക്കെ, 20 CNG ആണ്, 25 ആ റേഞ്ച് ഒക്കെ കിട്ടേണ്ടതാണ്. ഓക്കെ, 24 മോഡൽ ബലേനോ ഡെൽറ്റ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഫസ്റ്റ് ഓണർ. 24,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ CNG ലോ കിലോമീറ്റർ വണ്ടി, 24,000 കിലോമീറ്റർ മാത്രം ഓടിയ CNG ഇൻബിൽട്ട് വരുന്ന 24 മോഡൽ ബലേനോ ഡെൽറ്റ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 7,50,000 രൂപ. 7.5 ലക്ഷത്തിന് ബലേനോ ഡെൽറ്റ 24 കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ലോ കിലോമീറ്റർ വണ്ടി. എന്താ പറയുക, CNG ഡിക്കി സ്പേസ് ഒക്കെ ഉപയോഗിക്കാം, യൂസ് ചെയ്യാം. കാരണം അതിപ്പോ CNG ഇപ്പൊ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിക്കി ഉപയോഗിക്കാൻ പറ്റില്ല. ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലേ? ഓക്കെ, അപ്പോ ലോണും ഒരു 7 ലക്ഷം ലോൺ സുഖമായിട്ട് 7 ലക്ഷം രൂപ ലോൺ കയറും. ചെറിയ ഡൗൺ പേയ്മെന്റ്. അങ്ങനെ നമ്മൾ EV-യിലേക്ക് എത്തി. ഞാൻ പറഞ്ഞ പോലെ ടിയാഗോ അല്ല, സംഭവം ടിഗോർ ആയിരുന്നു. ഫ്രണ്ട് കണ്ടപ്പോൾ ടിയാഗോ എന്ന് വിചാരിച്ചു. KL11 കോഴിക്കോട് വണ്ടി തന്നെ. എങ്ങനെയാ ഡീറ്റെയിൽ? ആദ്യം പറയാം, ഈ നമ്മളടുത്ത് എപ്പോഴും സ്റ്റോക്ക് കൂടുതൽ ഉണ്ടാവില്ല. 5 ഉണ്ടാവാറുണ്ട്, നെക്സോൺ ടിയാഗോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല, EV ആരും കൊടുക്കുന്നില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ അവസ്ഥ അല്ലേ? ഇത് 2021 വണ്ടിയാണ്, ടിഗോർ എക്സ്പ്രസ് എന്ന് പറയും. എക്സ്പ്രസ് പറയുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വരാം? ഇത് പറയുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്. ഇത് സിംഗിൾ ഓണർ ആണ്, 27,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. XM-ന്റെ ഫീച്ചേഴ്സ് MR ആണ്, മീഡിയം റേഞ്ച് ആണ്. ഒരു 200 റേഞ്ച് ഒക്കെ കിട്ടും. അത് ഫിസിക്കലി കിട്ടും? ആ, ഒരു ചാർജിങ്ങിൽ ഒരു 200 റേഞ്ച് കിട്ടും. 200 റേഞ്ച് ഓടാൻ പറ്റിയ വണ്ടിയാണ്. എത്ര?
21 മോഡൽ. ഓക്കെ. ഇതിന് ഫ്രണ്ടിൽ ചാർജിങ്ങിന്റെ അവിടെ ഒരു ഇതുണ്ടാവും, ഒരു ക്യാപ്പ് ഉണ്ടാവും. അത് മിസ്സായതാണ്, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്ത് കൊടുക്കാം. ആ ക്യാപ്പ് ഇട്ട് തരും ഫ്രണ്ടിലുള്ള. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ക്ലെയിംസ് ഒന്നും ഇല്ല. ഓട്ടോ എത്ര? 28,000 കിലോമീറ്റർ മാത്രമേ. 28,000 ലോ കിലോമീറ്റർ. സാധാരണ EV-യിൽ എന്ന് വെച്ചാൽ ഓട്ടോ ഒറ്റ പോക്കായിരിക്കും. 1 lakh കോടി. ഇതിന്റെ വാറണ്ടി അപ്പൊ എങ്ങനെയാ? ഇത് നിലവിൽ 2028 വരെ വാറണ്ടി ഉണ്ട്. 28 വരെ? അല്ല, 28 അല്ല, ഓൾറെഡി ഇത് 21 മോഡലാണ്. അപ്പം 8 വർഷം അല്ലെ 1,60,000 കിലോമീറ്റർ ആണ് വാറണ്ടി പീരീഡ് വരിക. അപ്പൊ 1,60,000 എന്തായാലും പെട്ടെന്ന് ആവില്ല. അപ്പൊ 8 വർഷം നോക്കുമ്പോൾ 21 ആകുമ്പോൾ 5 വർഷം 29 വരെ. 29 വരെ ഉണ്ട്. 29 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. പിന്നെ 1,60,000 നല്ല ഓട്ടമുള്ള ആൾക്കാർ എടുത്താൽ പെട്ടെന്ന് മുതലാക്കാം അല്ലേ? അത്ര ബഡ്ജറ്റേ ഉള്ളൂ, വലിയ ബഡ്ജറ്റ് എടുക്കുന്നില്ല. പട്ടി സാർ, ഹായ് സാർ, പറഞ്ഞോളൂ എത്രയാ? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുക്കും. 5,40,000 രൂപയ്ക്ക് ഈ ഒരു ടിഗോർ നിങ്ങൾക്ക് കൊണ്ടു. അതായത് ഡിക്കി സ്പേസും കൂടി വരുന്ന വാഹനമാണ്. ടിയാഗോന്റെ സെഡാൻ കാറ്റഗറിയാണ്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു എക്സമിന്റെ ലെവലിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? EV ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഒന്നും നോക്കാനില്ല, EV ഓട്ടോമാറ്റിക് ഉള്ളൂ. ഓക്കെ. ലോണ് ഫുള്ള് കയറുമോ? ഇതിന് ലോൺ ഒരു 5 lakhs വരെ എന്തായാലും കയറും. ഓക്കെ. അടുത്തത് കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ടയുടെ അമേസ് സ്കെയിൽ 11 കോഴിക്കോട് വണ്ടി തന്നെ, 3rd ജനറേഷൻ അമേസ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? അമേസ് 2019 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, 71,000 കിലോമീറ്റർ ഓടി. ഏത് ഓപ്ഷൻ? ഇത് ഓപ്ഷൻ വരുന്നത് എസ് മിഡിൽ ഓപ്ഷൻ മാനുവൽ. എസ് മാനുവൽ ആണ്. 71,000 കിലോമീറ്റർ, 19 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അലോയ്സും കാര്യമൊന്നും ഉണ്ടാവില്ല. ടയേഴ്സ് ഫ്രണ്ടിൽ എല്ലാം മൊത്തത്തിൽ നല്ല ടയർസ്. നല്ല ടയറാണ്. ക്ലെയിമും കാര്യമൊന്നുമല്ലോ? ഇല്ല, കറക്റ്റ് സർവീസ് പോകുന്ന വണ്ടിയാണ്. ഒരു 12-16 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. പെട്രോൾ മാനുവൽ ആണ്. എത്രയുടെ ചോദ്യം? ഇത് നമുക്ക് 4,40,000 രൂപ കൊടുക്കും. 4,45 2019 അമേസ് വാഹനം, ഹോണ്ടയുടെ വണ്ടി. അത് തന്നെ കോമ്പാക്ട് സെഡാൻ. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു CNG ചെയ്താൽ പോലും അടിപൊളി മൈലേജ് ഉണ്ടാവും. ഡിക്കി സ്പേസ് ഉള്ളത് കൊണ്ട് വലിയ ലഗേജ് വെക്കാനുള്ള സ്ഥലവും പോകില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു സെഡാൻ കാറ്റഗറി. ലോണ് കയറും 4 lakhs വരെ സുഖമായിട്ട് ലോൺ. അടുത്തതാ ടാറ്റേന്റെ പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. അൾട്രോ സ്കെയിൽ 18 വടകര രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ലയാണ് വരിക. നല്ലൊരു ബ്ലൂ കളർ അല്ലേ? ഏതാ മോഡല്? ഇത് 2021 മോഡൽ. ഫുൾ ഓപ്ഷൻ? അല്ല, സോറി, 23 മോഡൽ കേട്ടോ. 23 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. ഓട്ടോമാറ്റിക് DC ഓട്ടോമാറ്റിക് DC വരാം. ഓക്കെ. DC ഡ്യുവൽ ക്ലച്ച്. അതെ, ഡ്യുവൽ ക്ലച്ച് ആണ്. DCT. ഓക്കെ. അപ്പോൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക്. 23-ൽ എത്ര ഓട്ടം പോയി? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 വാറണ്ടി ഇപ്പൊ കഴിഞ്ഞു. നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഓട്ടം കൂടുതലുണ്ട്. അതെ, വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്ക് നല്ല മൈലേജ് കിട്ടും. ഇതിൽ കാണിക്കുന്നത് 13-15 വരെ ഓട്ടോമാറ്റിക്കലി മൈലേജ് കാണിക്കുന്നുണ്ട്. അത് ശരി. 13 DCTക്ക് മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നു. പൊതുവെ ബാക്കിയുള്ള ഗിയർ ബോക്സ് കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. DCC CVT ഇതൊക്കെ. ഓക്കെ. അപ്പോൾ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം ഇല്ല. നല്ല വണ്ടിയാ. ടയർ ഭാഗമൊക്കെ കുഴപ്പമില്ല. അവർ ഓട്ടത്തിന്റെ ടയേഴ്സ് ഉണ്ട്. പിന്നെ എത്രയാണ് ചോദ്യം? ഇപ്പോൾ ഇത് 6,70,000 രൂപ. 6,70,000 23 മോഡൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്ന അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സേഫ്റ്റി കൊണ്ട്, സുഖ സൗകര്യം എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉള്ള ഒരു അടിപൊളി പ്രീമിയം ഹാച്ച് ബാക്ക്. ലോണ് 6 ലക്ഷം കിട്ടും. 6 ലക്ഷം 6.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇവിടെ തന്നെ ലോണ് നമുക്ക് തന്നെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്യുന്നുണ്ട്. ലോൺ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇപ്പോൾ വരുന്നതിന് മുന്നേ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ട്? ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നികുതി ഷീറ്റിന്റെ കോപ്പി. നികുതി ഷീറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഗ്യാരണ്ടർ ആയിട്ട് നികുതി ഷീറ്റ് അടിക്കുന്ന ഒരാളെ വെച്ചാൽ മതി. ഇനി നികുതി അടിക്കുന്നില്ലെങ്കിലും ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് ബാങ്കുകളുണ്ട്. അതിന്റെ ഡോക്യുമെന്റ് സിവിൽ ഓക്കെ ആയിരിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് ചെറുങ്ങനെ കൂടുതൽ. അതെ, മറ്റുള്ള ബാങ്ക് പോയാൽ ചെറിയ വ്യത്യാസം. ചില യൂസ്ഡ് വെഹിക്കിൾ തന്നെ 7 years വരെ ലോൺ. ശരിക്കും ന്യൂ കാർ ആണ് 7 വർഷം കിട്ടുക. പക്ഷേ യൂസ്ഡ് തന്നെ മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ ഒരു 7 വർഷം വരെ ഡിമിനിഷിംഗിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ മാരുതിയിലേക്ക് എത്തി. സ്വിഫ്റ്റ് ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? സ്വിഫ്റ്റ് വരുന്നത് 2021 മോഡലാണ്. VXI മിഡിൽ ഓപ്ഷൻ, പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ ആണ്. 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടേ ഉള്ളൂ. ഓക്കെ. പിന്നെ അഡീഷണൽ കസ്റ്റമർ മാരുതിയിൽ തന്നെ അലോയ് ചെയ്തിട്ടുണ്ട്. ZXIന്റെ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ZXI ലുക്കിലേക്കായി. പുഷ്പട്ടൻ ഉണ്ടാവില്ല. ഓക്കെ. പ്ലസ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന വാഹനമാണ്. 4 സിലിണ്ടർ ആണ്.
ഇപ്പോഴത്തെ 3 സിലിണ്ടർ ആണ്. ഇതിനാണ് ഡിമാൻഡ്, ഈ മോഡലിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത്. 3 സിലിണ്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് വൈബ്രേഷൻ വരും. നമ്മള് 4 ആൾ എടുക്കുന്ന പണി 3 ആൾ എടുക്കുമ്പോൾ സംഭവം പണി നീങ്ങും, പക്ഷെ നമ്മളെ കൈയും കാലം പറക്കൂല ഒരു ലോഡ് വലിച്ചു പോകുമ്പോ. അതേ ഒരു വൈബ്രേഷൻ, ആ പവർ കുറവുണ്ടാവില്ല 4 സിലിണ്ടർ ആയതുകൊണ്ട്. ശേഷം കാര്യങ്ങൾ ഇതുണ്ട്, ഇത് സ്മൂത്താണ്. ഇത് നമുക്ക് 5,95,000 രൂപ കൊടുക്കാം. 21 VXi സ്വിഫ്റ്റ് അല്ല, 595. അതായത് അലോയ്സ് അടക്കം ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഇതൊക്കെ വ്ളോഗിലേക്ക് വേണ്ടിട്ട് മാത്രമേ വില കുറച്ചതാട്ടോ. ഇതാ ചോദിക്കുന്ന അതായാലും, എന്നാലും ഇതൊക്കെ നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞിട്ട് സംസാരിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് വീഡിയോ ഇറങ്ങുമ്പോഴേക്ക് ഇപ്പൊ കമന്റ് വരും, എല്ലാത്തിനും വില കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതുണ്ടാവും, അത് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ, അവർ പറയട്ടെ. ഓക്കെ, അപ്പോ എടുക്കാൻ തീരുമാനിക്കുന്നവര് അവർക്ക് ഓരോരോ കാഴ്ചപ്പാടുണ്ടാവും. ഓരോ വണ്ടി നോക്കി അവരിങ്ങനെ മാർക്കറ്റ് അന്വേഷിച്ച് നടക്കായിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോ 5 lakhs ലോൺ കിട്ടും. 5ന്റെ മേലെ ലോൺ കയറും. 21 മോഡല്. ഇത് നല്ല ട്രാക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡിമിനിഷിങ് ചെയ്ത് കൊടുക്കാം. യെസ് ബാങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഡിമിനിഷിങ്ങിൽ. എന്നാൽ ലോൺ ക്ലോസ് ചെയ്യുന്ന അതുവരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ചെറിയ ബഡ്ജറ്റിൽ ഒരു ടിയാഗോ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു വണ്ടിയുണ്ട്. KL18 ഫുള്ള് വടകരയാണുള്ള കളി. വടകരാണ്. കാരണം നമുക്ക് വടകര അവിടെ ഷോറൂം ഉണ്ട്, അവിടെ ന്യൂ കാർ എക്സ്ചേഞ്ച് വരുന്ന ഷോറൂം ഉണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് അവിടുന്ന് വടകര വണ്ടി ഇവിടെ വരുന്നത്. KL18 വടകര കോഴിക്കോട് രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ലയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡല്, സെക്കൻഡ് ഓണർ XC ആണ് വരുന്നത് കേട്ടോ. ബേസ് ആണ് 19 മോഡല്. വർഷം കൂടുതലാണ്, 2019 ഉണ്ട്. സെക്കൻഡ് ഓണർ 93,000 കിലോമീറ്റർ ഓട്ടം പോയിട്ടുണ്ട്. 93 ആണ് ഓടിയിട്ടുള്ളത്. വില നമുക്ക് 2,65,000 കൊടുക്കാം. 2,65,000 രൂപയ്ക്ക് 19 XC ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, വേറെ മേജർ ക്ലെയിം ഒന്നും ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നിങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയല്ലേ? പിന്നെ ചെക്ക് എല്ലാം ചെക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോ ലോൺ എത്ര കയറും ഇതിന്? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറും. ഓക്കെ, 2,65,000 19 ടിയാഗോ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ വീണ്ടും കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹ്യുണ്ടായി ക്രെറ്റ ബ്ലാക്ക് കളർ വാഹനമാണ്. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ. അടിപൊളി നമ്പറാണ് കേട്ടാ, 916 അല്ലേ? അതെ. ഓക്കെ, ഗോൾഡിന്റെ പ്യൂരിറ്റി നമ്പർ. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡലാണ് ക്രെറ്റ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷനിൽ വരുന്ന 23 മോഡൽ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഓട്ടോ എത്ര പോയി? 33,000 കിലോമീറ്റർ ഓടിയിട്ട്. പെട്രോൾ മാനുവൽ ക്രെറ്റ. ഒരു 10-14 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് 1.5 വരെ. 1.5 പെട്രോൾ എഞ്ചിനാണ്. പവർ ഉണ്ടാവും, മൈലേജ് കുറയും. അത്രയും ഫീച്ചേഴ്സ് ലോഡഡാ. പനോറമിക് സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ്. എയർ ബാഗ് 4-5 എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ? സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. ഇല്ല. അപ്പൊ ടോപ്പിന്റെ തൊട്ട് താഴെ XX പ്ലസ് ആണ് ടോപ്പിന്റെ വരുന്നത്. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ. പെട്രോൾ മാനുവൽ. ഓക്കെ, അപ്പോ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, ഈ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി വാഹനമാണ്. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ ഹാരിയറിന് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ച് വന്നേ. എത്ര ഓട്ടം പറഞ്ഞോ? ഓട്ടം 33,000. വലിയ ഓട്ടം പോയിട്ടില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് നെറ്റ് റേറ്റ് കേട്ടോ. നമ്മൾ വലിയ പ്രൈസ് ഒന്നും എടുക്കുന്നില്ല, മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, 13,20,000 കൊടുക്കും. 13,20,000 രൂപയ്ക്ക് 2023 മോഡൽ ക്രെറ്റ പെട്രോൾ മാനുവൽ SX നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് എത്ര കിട്ടും? ലോൺ കയറും. ലോൺ ഇതിന് ഓൾമോസ്റ്റ് ഒരു 1 lakh ബിലോ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 lakhന് അടുത്തുണ്ടെങ്കിൽ നമുക്ക് ലോൺ വീണ്ടും ടാറ്റ നെക്സോണിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. KL11 കോഴിക്കോട് വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? നെക്സോൺ വരുന്നത് 2020 മോഡലാണ്. XC ആണ്, ബേസ് മോഡലാണ് വരുന്നത്. ബേസ്. ഓക്കെ, XC ബേസിൽ തന്നെ 2 ഡോർ പവറിന്റെ വരും. എയർ ബാഗ് ഉണ്ട്. പിന്നെ ഇതിൽ അഡീഷണൽ കസ്റ്റമർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്തിട്ടുണ്ടോ? ക്യാമറ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 മോഡൽ ബേസ് ഓപ്ഷൻ പെട്രോൾ മാനുവൽ വാഹനമാണ്. കിലോമീറ്റർ 88,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ പ്രോപ്പർ ടാറ്റയിൽ സർവീസ് പോകുന്ന വാഹനം. ഓക്കെ, 12-15 റേഞ്ച് മൈലേജ് കിട്ടും. ഇപ്പം നിലവിൽ സർവീസ് കഴിഞ്ഞതാ. ഇനിയിപ്പോ എടുക്കുന്ന കസ്റ്റമർ 1 വർഷത്തേക്ക് സർവീസ് ഇല്ല. അത് ശരി, കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്താ 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ. അതിൻ്റെ ഉള്ളിൽ ഏതാണോ ആദ്യം വരുന്നത് അതിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, സീറോ ക്ലെയിം അല്ല? സീറോ ക്ലെയിം. എത്ര ചോദ്യം? ഇത് നമുക്ക് 4,20,000 രൂപ കൊടുക്കാം. 4,20,000 ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2020 മോഡൽ വണ്ടി. ഓക്കെ, ബേസ് ഓപ്ഷൻ ആണ്. പിന്നെ 4 lakhs വരെ ലോൺ കിട്ടും. 4 lakhs ഫുൾ ലോൺ കൊടുക്കാം. ഹലോ, ഇനിതാ ഇന്നിവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ വണ്ടിയാണ് XUV 500 മഹീന്ദ്ര KL11 കോഴിക്കോട് വണ്ടി തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ?
2016 മോഡലാണ് XUV 500 W10. അന്നത്തെ ടോപ്പ് എൻഡ് ഡീസൽ ആണ്, സിംഗിൾ ഓണർ ആണ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ഡീസൽ സിംഗിൾ ഓണർ 53,000 മാത്രം ഓടി. ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ അതിന്റെ ലുക്കും സ്റ്റൈലിഷ് ലുക്കുമാണ്. ഇത് ഷേപ്പ് മാറി വന്നല്ലേ? ഇത് ഷേപ്പ് മാറി 16 ഷേപ്പ് മാറി വന്നതാണ്. ബ്ലാക്ക് കളറും. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി SUV നോക്കുന്നുണ്ടെങ്കിൽ, ഫുൾ സൈസ് SUV 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു മോഡലാണ്. അത് ലോ കിലോമീറ്ററിൽ. ഓക്കെ, ഞാൻ ഒന്ന് ഇന്റീരിയർ ഒന്ന് നോക്കിക്കോട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നൈസാണ് കേട്ടോ. സാധാരണ സീറ്റ് പൊടിയാറുണ്ട്, സീറ്റ് പൊടിഞ്ഞിട്ടില്ല, പക്ഷെ ചെറിയൊരു കീറ് വന്നിട്ടുണ്ട്. കീറ് കുഴപ്പമില്ല, സൈഡ് ഒരു കീറ് വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഒന്നും ആയിട്ടില്ല. ഷെയറിംഗ് എല്ലാം നോക്കി, റൂഫ് ഒക്കെ നല്ല നീറ്റാ, അടിപൊളിയാണ് അല്ലേ? ഇവിടെ ചെറിയൊരു പെയിന്റിംഗ് ഉണ്ട്, ഈ ഡോറിന് പെയിന്റിംഗ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ? അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എത്രയാ ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,75,000 രൂപ കൊടുക്കാം. 7,75,000 2016 W10 സിംഗിൾ ഓണർ, വെറും 53,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ. ഈ ഒരു ഇത് ശരിക്കും 8 ലക്ഷം നമ്മൾ ആസ്കിങ്, വീഡിയോക്ക് വേണ്ടിട്ട് മാത്രം കുറച്ചതാണ്. 7,75 ആക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന വെറുതെ അല്ലല്ലോ പ്രേക്ഷകർ, അവര് കൊണ്ടുപോട്ടെ, അവരെടുത്തോട്ടെ. ഓക്കെ, 7 ലക്ഷം വരെ ലോണും കയറും. 7 ലക്ഷം സുഖമായിട്ട് ലോൺ. ഓക്കെ, അപ്പൊ ഒരു അടിപൊളി SUV ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. വേഗം വന്നെടുത്തു. അടുത്ത വണ്ടി, അടുത്ത ഒരു റിഡ്സ് ആണ്. നമ്മളിങ്ങനെ ആലോചിച്ചതാ. ഇത് കുറച്ച് വൃത്തിക്കുറവുണ്ട്. വൃത്തിക്കുറവ് വെച്ചാൽ ഹെവി അങ്ങനത്തെ പണിയൊന്നുമല്ല, ചെറിയ ചെറിയ പെയിന്റിങ്, അതേപോലെ ഒന്ന് അലൈൻമെന്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. ബമ്പർ കാര്യങ്ങൾ, ബമ്പർ പെയിന്റിങ് ചെയ്യാണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പണിയുണ്ട്. ചെയ്ത് കഴിഞ്ഞ് പോളിഷ് അടിച്ച ഈ കളർ നല്ല ഹൈലൈറ്റ് കളറായിരിക്കും. അപ്പൊ അതാണ് നമ്മളൊന്ന് കാണിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചാൽ അങ്ങനത്തെ ആൾക്കാർ നോക്കുന്നുണ്ടാവും, വണ്ടീനെ പറ്റി ഐഡിയ ഉള്ളവരുണ്ടാവും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ അവർക്ക് വേണ്ടി കാണിക്കുകയാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ? ഇത് 2009 മോഡലാണ്. ഇപ്പം പേപ്പർ എടുത്തതാണ്. 2029 12-ാം മാസം 22-ാം തീയതി വരെ പേപ്പർ, 30 വരെ കൂട്ടാം. 4 വർഷത്തോളം പേപ്പർ നോക്കാം. പേപ്പർ ഉണ്ട്. ഓക്കെ, ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പോ ഏതാ VX? ഇത് VDI ആണ്, ഡീസൽ ആണ്, VDI ആണ്. ഓക്കെ, മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് 4ാമത്തെ ഓണറാണ്. നിലവിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് എടുത്ത് പണിയാൻ താല്പര്യമുള്ളവർക്ക് എടുത്ത് പണിയാം. എത്ര പൈസന്റെ പണി ഉണ്ടാവും? ഒരു 15,000. ഇല്ല, നിലവിലെ എഞ്ചിനും കാര്യങ്ങളൊക്കെ റണ്ണിങ് കണ്ടീഷൻ ആണ്. ബോഡി വർക്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതെ, അതിനെത്ര ഉണ്ടാവും? ഒരു 15,000 10-15 റുപ്യന്റെ വർക്ക് കയറ്റിയാൽ വണ്ടി ഓക്കെ ആവും. അത് നല്ല വർക്ക്ഷോപ്പ് കൊടുക്കണം. ഡീസലാണ്. നമ്മളിപ്പോ 15 റുപ്യാനായിട്ട് വരുന്നത് ഒരു കസ്റ്റമർ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ വാങ്ങി കൊണ്ടുപോയിട്ട് നോക്കിയെടുക്കാല്ലേ. ഇതിനെ കുറിച്ച് അറിയുന്ന ആളും വർക്ക്ഷോപ്പായിട്ടൊക്കെ അറിയുന്ന ഒരാൾ വണ്ടി ചെക്ക് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. ഒക്കെ ഈ വണ്ടികളൊക്കെ നമ്മൾ ആസിറ്റീസ് കണ്ടീഷനിൽ കൊടുക്കുന്നതാണ്. ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ, ചെറിയ വണ്ടി കൊണ്ടുപോയിട്ട് പണിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എടുക്കാം. നീ ഡീലേഴ്സ് വേണേ ഡീലേഴ്സ് നോക്കിക്കോട്ടെ. അതെ, ഡീലേഴ്സിനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരാണല്ലോ പൊന്നിച്ച് കൊണ്ടു നടക്കുന്നത്. അപ്പൊ എത്ര കൊടുക്കാം? ഇത് 1,25,000 രൂപ കൊടുക്കാം. 1,25,000 2029 വരെ പേപ്പറുള്ള VDI ഡീസൽ മിഡിൽ ഓപ്ഷൻ റിഡ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണും കാര്യമൊന്നും കിട്ടൂല, മോഡലിന്റെ പഴക്കം കൊണ്ടാണ്, വേറൊന്നല്ല. അടുത്ത വണ്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ 1 lakhന്റെ താഴെ വരുന്ന വണ്ടിയാണിത്. സാൻഡ്രോ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന ഒരു സാൻഡ്രോ. ഇതേപോലെ 2 സാൻഡ്രോ വേറെ ഉണ്ട് കേട്ടോ, ഇതേപോലെ തന്നെ ഈ ബഡ്ജറ്റിൽ വരുന്നത്. ഏതാ മോഡല്? ഇത് 2007 മോഡൽ. പേപ്പറിന്റെ അവസ്ഥ 27 വരെ പേപ്പറുണ്ട്. 27, 22 പുതുക്കിയിട്ട് പിന്നെ 27 വരെ, 30 വരെ പേപ്പറിൽ സാൻഡ്രോ ഉണ്ട്. അതുകൊണ്ടല്ലേ. ഇപ്പൊ 27 വരെ, ഇനി ഒരു ഒന്നര വർഷത്തോളം ഉണ്ടാവും അല്ലേ? ഓക്കെ, പേപ്പർ നിലവിലുണ്ട്. ഏതാ? GLS സാൻഡ്രോ 2007 മോഡല്. ഹൈലൈറ്റ് സിംഗിൾ ഓണറാ. ഇത്രയും വർഷത്തോളം ഒരാൾ മാത്രം ഉപയോഗിച്ച വാഹനമാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം. 1 lakh കിലോമീറ്റർ. എല്ലാം വർക്കിംഗ് ആണോ? 2 door പവറിന്റെ വരും, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. അതൊക്കെ വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ടയേഴ്സും നല്ല ടയേഴ്സാണ്. ഇപ്പൊ എടുക്കുന്ന വണ്ടി കാര്യമായിട്ട് പണിയുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പെട്രോൾ ഓടിക്കാം. ഒരു ഓയിൽ സർവീസ്, അലൈൻമെന്റ് നിങ്ങൾ എന്തായാലും ചെയ്യാം. ചെറിയ എമൗണ്ടല്ലേ, അതൊക്കെ വരുള്ളൂ. എല്ലാം കൂടി ഒരു 3000 രൂപക്ക് കഴിയും അല്ലേ? അപ്പോൾ അത് ചെയ്താലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. 27 വരെ പേപ്പറുണ്ട്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഒരു 78 രൂപ കൊടുക്കാം. 78,000 ഒരു നല്ല സാൻഡ്രോ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മഴക്കാലമൊക്കെയാണ്, നമുക്കൊന്ന് ഫാമിലി ആയിട്ട് കുറച്ചും കൂടി സുരക്ഷിതമായിട്ട്, ബൈക്കൊക്കെ ആണെങ്കിൽ സ്കിഡാകുന്ന ചാൻസും പിന്നെ മഴയത്തും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് നമുക്ക് ഫാമിലിയോട് കൂടി പോകാൻ പറ്റും. എൻക്വയറി കൂടുതൽ വരുന്നുണ്ട്. ചെറു വാഹനങ്ങൾക്ക് നമ്മളെടുത്ത് എൻക്വയറി ആണ്. കാരണം ഇപ്പോൾ ചെറു വാഹനങ്ങൾ ഇങ്ങനത്തെ യാർഡിലൊക്കെ പോകുമ്പോൾ കുറെ കിട്ടാൻ എക്സ്ചേഞ്ച് ഉള്ള ന്യൂ കാർ എക്സ്ചേഞ്ച് വരുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ഇവരെ ഹൈലൈറ്റ് അതാണ്, എക്സ്ചേഞ്ച് വരുന്നതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, വേറെ ഇതൊക്കെ ഇപ്പൊ ഓൾട്ടോ 800 വേണമെങ്കിൽ തരാം. 2012 ഓൾട്ടോ 800 ഉണ്ട്.
14800 ഉണ്ട്, സാൻഡ്രോ ഉണ്ട്, ഐട്രൺ ഉണ്ട്, ചെറു വാഹനങ്ങളുണ്ട്. ഓക്കെ, എല്ലാവരും 1 lakh ആ ഒരു ബഡ്ജറ്റ് തന്നെയല്ലേ? അതിന്റെ താഴെ ഒക്കെ 1 lakh ആ റേഞ്ചിൽ വരുന്നു. റേഞ്ച് ഏകദേശം. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. തൽക്കാലം നമ്മൾ നിർത്താണ്, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ഇനി വെച്ചോണ്ട് ലേറ്റ്. ബാക്കി കൂടുതൽ സ്റ്റോക്ക് കാണാൻ നമ്മുടെ കാറ്റലോഗിലേക്ക് ഒരു നമ്പറിൽ ഹൈ വിട്ട് കഴിഞ്ഞാൽ, സേവ് ചെയ്തിട്ട് ഹൈ വിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് ലിങ്ക് വരും. അതിൽ കയറി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു കാറെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളവർക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളില്ലാതെ നമ്മളില്ല. ഓക്കെ, അപ്പോൾ ഷാഹിദേ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.